Okay, അപ്പോൾ നമ്മൾ ഇനി completeness property of real numbers എന്താന്ന് പറയാണ്. Completeness property of R is this property. എന്താണ് property? Property ഇതാണ്. Real numbers in the case every non-empty subset of real numbers which is bounded above ആയിട്ടുള്ള upper bound ഉള്ളതായിട്ടുള്ള എല്ലാ non-empty subset of real numbersനും supremo ഉണ്ടാവും. upper bound ഉണ്ടാവണമെന്നില്ല സെറ്റിന്, but if a non-empty subset of R, if a non-empty set of real numbers has an upper bound, then definitely it will have a least upper bound, and that least upper bound, if it exists, it will be unique nallathu we have already proved. So every non-empty subset of R which is bounded above has the least upper bound or supremum in R. ഇത് പറയുമ്പോൾ ഇത് അങ്ങനെ തന്നെ അല്ലേ, അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടാവുമല്ലോ എന്നൊക്കെ നമുക്കിപ്പോൾ തോന്നും. കാരണം വി ആർ ഓൺലി കൺസിഡറിങ് അല്ലെങ്കിൽ വി ആർ ഓൺലി ഡീലിംഗ് വിത്ത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. പിന്നീട് നമ്മൾ ജനറൽ MSCക്കൊക്കെ പോകുമ്പോൾ പിന്നീട് മറ്റ് സ്പേസസ് ഞാൻ പറഞ്ഞു ഈ സുപ്രീമോം ഇൻഫിമോ ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻ ഉണ്ടായാൽ മതി അല്ലേ, ഒരു റിലേഷൻ വേണം, ഈ ഓർഡർ വേണം. ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ക്ലോസ്നെസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് എന്തുണ്ടായാൽ മതി, ഒരു മെട്രിക് ഉണ്ടായാൽ മതി, ഡിസ്റ്റൻസ് ഉണ്ടായാൽ മതി. അപ്പോൾ പിന്നീട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഡിസ്റ്റൻസ്, അതായത് ഒരു ജനറൽ മെട്രിക് സ്പേസിൽ അല്ലെങ്കിൽ ടോപ്പോളജിക്കൽ സ്പേസിൽ കംപ്ലീറ്റ് ആണ്, ഒരു സ്പേസ് കംപ്ലീറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ പിന്നീട് പഠിക്കുമ്പോൾ നമ്മൾ സീക്വൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇഫ് എവറി കോഷി സീക്വൻസ് ഇസ് കൺവേർജന്റ്, ഒരു സീക്വൻസിൽ ടേംസ് അടുത്തടുത്ത് വരുന്ന സീക്വൻസിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, കോഷി സീക്വൻസ്. അത് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. അപ്പോൾ എല്ലാ കോഷി സീക്വൻസും കൺവേർജന്റ് ആവണം എല്ലാ സ്പേസിലും, അതിന്റെ ലിമിറ്റ് ആ സ്പേസിൽ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഉള്ള ഒരു സ്പേസ് ആണെങ്കിൽ ആ സ്പേസിന് പറയുന്നതാണ് കംപ്ലീറ്റ്. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ ഞാനൊരു ഓപ്പൺ ഇന്റർവൽ AB അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവൽ 0-1, അതിനെ ആ ഓപ്പൺ ഇന്റർവൽ 0-1 ആണ് ഞാൻ എന്തായിട്ട് വിചാരിക്കണേ, ഫുൾ സ്പേസ് ആയിട്ട് വിചാരിക്കണമെങ്കിൽ ഒരു ഓപ്പൺ ഇന്റർവൽ 0-1 എന്നുള്ള ഇതിനെ ഓപ്പൺ ഇന്റർവൽ 0-1 എന്നുള്ള ഇന്റർവെലിനെയാണ് ഞാൻ സ്പേസ് ആയിട്ട് വിചാരിക്കണമെങ്കിൽ ഞാൻ ആ ഓപ്പൺ ഇന്റർവൽ 0-1 സബ്സെറ്റ്സിനെ പറ്റി ഓപ്പൺ ഇന്റർവൽ 0-1 കാര്യങ്ങൾ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ദി ഫുൾ സ്പേസ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സ്പേസ് എങ്കിൽ ഇതില് എന്താ പറയാ, ഇതിന് അപ്പർ ബൗണ്ട് ഇല്ല. മീൻസ് ഇതാണ് ഞാൻ സ്പേസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇതിലെ എല്ലാ എലിമെന്റ്സിനേക്കാളും വലിയൊരു നമ്പർ എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന നമ്പറിനെ പറ്റി പറയാൻ പറ്റില്ല. കാരണം 1 എന്ന് പറയുന്ന നമ്പർ ഈ സ്പേസിലില്ല. ഇങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പൊ ഞാനൊരു 1/n എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്ത 1, 1/2, 1/3, 1/4 എന്ന് പറയുന്ന സീക്വൻസ് കൺവേർട്ട് ചെയ്ത് വരുന്ന 0 എന്നുള്ള പോയിന്റ് ഈ സ്പേസിലില്ല. ഇങ്ങനെയുള്ള ഈ സിമിലർലി അങ്ങനത്തെ സ്പേസസിനെ പറയുന്നതാണ് കംപ്ലീറ്റ് അല്ലാന്ന്. ഒരു കൺവേർജ് ചെയ്യുന്ന ലിമിറ്റും കൂടെ ആ സ്പേസിൽ വരണം. കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ആ ലിമിറ്റും കൂടെ ആ സ്പേസിൽ വരണം. അങ്ങനെയാണെങ്കിൽ ആ സ്പേസിന് കംപ്ലീറ്റ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ അതൊന്നും ഓർക്കണ്ട, ഇത്ര ഓർത്താൽ മതി. നമ്മുടെ റിയൽ നമ്പേഴ്സിന്റെ സ്പേസ് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ്, റിയൽ നമ്പേഴ്സിന്റെ സ്പേസ് ടോപ്പോളജിക്കലി കംപ്ലീറ്റ് ആയതുകൊണ്ടിട്ടാണ് ഈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വരുന്നത്. എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഇസ് ബൗണ്ടഡ് അബവ് ഹാസ് ദ സുപ്രീമം എന്ന് വരുന്ന ദാറ്റ് പ്രോപ്പർട്ടി ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ദി, സിൻസ് that is known as the completeness property of R. ഓക്കെ, അത് കംപ്ലീറ്റ് ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് R എന്താന്ന് വെച്ചാൽ ഇതാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, സുപ്രീമം പ്രോപ്പർട്ടി എന്നും കൂടെ പറയാം. സുപ്രീമം പ്രോപ്പർട്ടി. ഇപ്പോൾ സുപ്രീമത്തിന് മാത്രം എന്താണ് ഇമ്പോർട്ടൻസ്, ഇൻഫിമത്തിനില്ലേ എന്ന് വെച്ചാൽ ഇൻഫിമത്തിനും ഉണ്ട് ഇതേ പ്രോപ്പർട്ടി തന്നെ. അപ്പോൾ ഇത് ഇൻഫിമം പ്രോപ്പർട്ടി ഓഫ് ആറിനോട് ഇക്വലന്റ് ആണ്. ഇൻഫിമം പ്രോപ്പർട്ടി ഓഫ് ആർ ഇപ്പൊ എന്തായിരിക്കും പറയാ, ദിസ് ഇസ് ഈക്വലന്റ് ടു അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് infimum property of R. Infimum property of R says that every non-empty subset of real numbers
which is bounded below. If a non-empty subset of R which has a lower bound, it will have the infimum. Okay, so that property states that every non-empty subset of real numbers, the same thing. Every non-empty subset of real numbers which is bounded below has the bounded below has the infimum in R. ഇത് രണ്ടും equivalent ആണ്. അതായത് we can derive this infimum property from supremum property and we can derive the supremum property from infimum property. എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് ഞാൻ ഇത് പ്രൂവ് ചെയ്തിട്ടില്ല, ഞാൻ ഇൻഫിമം പ്രോപ്പർട്ടി സുപ്രീമം പ്രോപ്പർട്ടി അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കും. സുപ്രീമം പ്രോപ്പർട്ടി അസ്യൂം ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഇൻഫിമം പ്രോപ്പർട്ടി ഡിറൈവ് ചെയ്തെടുക്കാം. സോ അസ്യൂം ദിസ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ. ഇനി ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്യാൻ പോവാണ് എന്ന് വെച്ചാൽ ഇതാണ്. ഇഫ് യു ഹാവ് എ സെറ്റ്, suppose S is a subset of R which is bounded above, then by completeness property of R, S has the supremum. That means set capital M is equal to supremum of S exists in R. Now you consider the set of all negative elements of the elements in S. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ S എന്ന് പറഞ്ഞ സെറ്റ് 1, 2, 3 ആണെങ്കിൽ T is the set of all negative elements of the elements in S. -1, -2, -3 ആണ് T. അങ്ങനെ എസിലുള്ള ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതിന്റെയൊക്കെ നെഗറ്റീവ് എലമെന്റ്സ് എടുക്കുന്നു. ദാറ്റ് ഇസ് ദ സെറ്റ് T. Then you can prove that my claim is this: എസിന് സുപ്രീമം ഉണ്ടെങ്കിൽ ടിക്ക് ഇൻഫിമം ഉണ്ടാവും. ആൻഡ് ദിസ് ഇൻഫിമം ഓഫ് ടി എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എസിന്റെ നെഗറ്റീവ് ആയിരിക്കും. എന്താ പറഞ്ഞേ? എസിന്റെ സുപ്രീമം, ടി കേസിൽ സുപ്രീമം 3 ആണ്. എസിന്റെ സുപ്രീമം 3 ആണ്. എസിന് സുപ്രീമം ഉണ്ടെങ്കിൽ ടിക്ക് ഇൻഫിമം ഉണ്ടാവും. ടിയുടെ ഇൻഫിമം എന്ന് പറയുന്നത് എസിന്റെ സുപ്രീമത്തിന്റെ നെഗറ്റീവ് ആയിരിക്കും. ആലോചിക്കുമ്പോൾ ഫൈനൈറ്റ് സെറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആലോചിക്കുമ്പോൾ ശരിയാണ് തോന്നുന്നുണ്ട്. ബട്ട് ഇൻ എനി ആർബിട്രറി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന്റെ കേസിൽ വി ക്യാൻ പ്രൂവ് ദിസ്. ഇത് നമുക്ക് ആർബിട്രറി സബ്സെറ്റ് ഓഫ് ആറിന്റെ കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? വി ക്യാൻ പ്രൂവ് ദിസ്. ക്ലെയിം ഞാൻ ഉദ്ദേശിച്ചത് വി ക്യാൻ പ്രൂവ് ദിസ്. ഓക്കെ, ഈ ക്ലെയിം എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ കാര്യം ഇതാണ്. പ്രൂവ് ചെയ്യണ എങ്ങനെയാണ്? എന്താണ് സുപ്രീമം ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ക്യാപിറ്റൽ എം എന്താ പറഞ്ഞത്? ക്യാപിറ്റൽ എം ഇസ് ദ സുപ്രീമം ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് കാര്യങ്ങളുണ്ട്. ക്യാപിറ്റൽ എം ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ് ആൻഡ് എനി നമ്പർ less than m, it is the least upper bound. M minus epsilon is not an upper bound of S. Okay. എന്താ പറഞ്ഞ? I can write if and only if first condition M is an upper bound. X is less than or equal to capital M for every X in S. And second condition, M is the least upper bound. If and only if I can write താഴെ എഴുതാം അല്ലേ? Second condition, any number less than m is not an upper bound.
സോ ദർ എക്സിസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലാന്ന് വെച്ചാൽ അതിന്റെ റൈറ്റ് സൈഡിൽ എം മൈനസ് എപ്സിലോണിന്റെ റൈറ്റ് സൈഡിൽ ഇനിയും എലമെന്റ്സ് ഉണ്ട് ഇൻ എസ്. ഓക്കെ, നൗ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ എവറി എക്സ് ഇൻ എസ് എന്നുള്ള ഇനീക്വാളിറ്റീനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എം. ഓർ തിരിച്ചു വേണമെങ്കിൽ എഴുതാം, എല്ലാത്തിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതുവാണെങ്കിൽ മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ഫോർ എവറി എക്സ് ഇൻ എസ്. സെക്കൻഡ് കണ്ടീഷൻ ഇതേപോലെ തന്നെ ആ ഇനീക്വാളിറ്റീനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m minus epsilon less than x is equivalent to saying that minus of m minus epsilon is greater than minus x. Minus m minus of m minus epsilon is greater than minus x. So I may write this also. തിരിച്ച് തന്നെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് തിരിച്ചെഴുതാം. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന എന്താണ്? ഈ എഴുതിയിരിക്കണ ഒന്നും കൂടെ വായിച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ എഴുതിയിരിക്കുന്ന ഇതാണ്. ഫസ്റ്റ് കണ്ടീഷൻ മൈനസ് എം എന്ന് പറയുന്നത് എല്ലാം മൈനസ് എക്സിനേക്കാളും ചെറുതാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഏത് പോസിറ്റീവ് എപ്സിലോൺ എടുത്താലും there exists an element in S such that minus x is on the left side of minus m plus epsilon. ഇതൊന്നും കൂടെ നോക്കിക്കേ. ഈ മൈനസ് എക്സുകളാണ് എക്സ് എസിലുള്ളപ്പോൾ ഈ മൈനസ് എക്സുകളാണ് ടിയിലുള്ളത്. ദാറ്റ് ഈസ് ഹൗ വി ഡിഫൈൻ ടി. ദ സെറ്റ് ടി ഈസ് ദ സെറ്റ് ഓഫ് ഫുൾ നെഗറ്റീവ് എലമെന്റ്സ് ഓഫ് ദി എലമെന്റ്സ് ഇൻ എസ്. സോ മൈനസ് എം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ഫോർ എവറി എക്സ് ഇൻ എസ് എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് ഇക്വലന്റ്ലി മൈനസ് എം ടിയിലെ എല്ലാ എലമെന്റ്സിനേക്കാളും ചെറുതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എക്സ് എസിലുണ്ടെങ്കിൽ ഈ മൈനസ് എക്സ് എന്ന് പറയുന്ന സാധനം ടിയിലുള്ളതാ. സോ രണ്ടാമത്തെ കണ്ടീഷനോട് ഇക്വലന്റ് ആണ് ഏത് എപ്സിലോൺ എടുത്താലും ടിയിൽ ഒരു എലമെന്റ് ഉണ്ട് സച്ച് ദാറ്റ് ഈ എലമെന്റ് മൈനസ് എം പ്ലസ് എപ്സിലോണിനേക്കാളും ചെറുതാണ്. ഈ രണ്ട് കണ്ടീഷൻസും പറയുന്നത് മൈനസ് എം ഇസ് ദി ഇൻഫിമം ഓഫ് ടി എന്നാണ്. മൈനസ് എം ഇസ് എ ലോവർ ബൗണ്ട് ഫോർ ടി. ഫസ്റ്റ് കണ്ടീഷൻ സേസ് ദാറ്റ് മൈനസ് എം ഇസ് എ ലോവർ ബൗണ്ട് ഫോർ ടി. And second condition says that minus m plus epsilon for any positive epsilon is not a lower bound for t. So minus m നേക്കാൾ വലിയ ലോവർ ബൗണ്ട്സ് ഇല്ല എന്ന് പറഞ്ഞാൽ മൈനസ് എം ആണ് ഏറ്റവും വലിയ ലോവർ ബൗണ്ട്. സോ മൈനസ് എം ഇസ് ദി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഫോർ ടി. ദാറ്റ് ഇസ് ഇൻഫിമം ഓഫ് ടി ഇസ് മൈനസ് എം. വാട്ട് ഇസ് മൈനസ് എം? എം ഇസ് ദി സുപ്രീമം ഓഫ് എസ്. അതിനെയാണ് നമ്മൾ എം എന്ന് വിളിച്ചത്. സോ വി ഹാവ് പ്രൂവ്ഡ് ഇൻഫിമം ഓഫ് ടി ഇസ് മൈനസ് ഓഫ് സുപ്രീമം ഓഫ് എസ്. ഓക്കെ, ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് വി ഹാവ് എസ് എ സെറ്റ് എസ് വിച്ച് ഇസ് ബൗണ്ടഡ് അബവ് അപ്പർ ബൗണ്ട് ഉള്ള ഒരു സെറ്റിന് സുപ്രീമം ഉണ്ടെങ്കിൽ, അപ്പർ ബൗണ്ട് ഉള്ള ഒരു സെറ്റിന് സുപ്രീമം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു സെറ്റിന് അപ്പർ ബൗണ്ട് ഉണ്ട് എന്ന് പറയണേനോട് ഒരു സെറ്റ് എടുത്തു എസ് സബ്സെറ്റ് ഓഫ് ആർ. ഇതിന് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഫിമം പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫിമം പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സോ ടു പ്രൂവ് ഇൻഫിമം പ്രോപ്പർട്ടി ഐ ക്യാൻ സേ ഒരു ഇൻഫിമം പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണമെങ്കിൽ കൺസിഡർ എ സെറ്റ് വിത്ത് ലോവർ ബൗണ്ട്. ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ which is bounded above. bounded below. ഇൻഫിമം പ്രോപ്പർട്ടിക്ക് പറയണേ ബൗണ്ടഡ് ബിലോ ആണെന്ന് വിചാരിക്കാം. അതായത് എസ് ഹാസ് എ ലോവർ ബൗണ്ട്.
S has a lower bound. S ന് lower bound ഉണ്ടെങ്കിൽ സേ ഒരു പേര് പറയാം, സേ ഒരു ലോവർ ബൗണ്ട്, സേ ലോവർ ബൗണ്ട് അല്ലേ, ക്യാപിറ്റൽ L എന്ന് വിളിച്ചു, ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ if you consider the set of all negative elements of the elements in S, this set will have an upper bound. കാരണം എന്താ? കാരണം L ലോവർ ബൗണ്ട് ഓഫ് S ആണെങ്കിൽ, L ലോവർ ബൗണ്ട് ഫോർ S ആണെങ്കിൽ മൈനസ് L എല്ലാം മൈനസ് എക്സിനേക്കാളും വലുതായിരിക്കും. അതായത് മൈനസ് L ടിയിലെ എല്ലാ എലിമെന്റ്സിനേക്കാളും വലുതായിരിക്കും. അതായത് മൈനസ് L ഈസ് ആൻ upper bound for T ആയിരിക്കും, where T is the set of all negative elements of elements in S. So if you have a set which is bounded below, the set of all negative elements of that set will be bounded above. And bounded above ആയിട്ടുള്ള ഒരു സെറ്റിന് സുപ്രീമം ഉണ്ടെന്നാണ് സുപ്രീമം പ്രോപ്പർട്ടി അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പറയണേ. ബൈ സുപ്രീമം പ്രോപ്പർട്ടി അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി of real numbers, if T is bounded, means T is bounded above, T is bounded above, and S non-empty ആയോണ്ട്, S non-empty ആയോണ്ട് ഇത് non-empty ആണ്, since S is non-empty, so T is bounded above and non-empty, then by completeness property T has the supremum. Say capital M. But T-യുടെ supremum, then T-യുടെ supremum അതിന്റെ നെഗറ്റീവ് എലമെന്റ്സ് ആണ് എസ്സിലുള്ളത് അല്ലേ. അപ്പൊ ടിക്ക് സുപ്രീമം ഉണ്ടെങ്കിൽ then എസ്സിന് ഇൻഫിമം ഉണ്ടാവും, കാരണം നെഗറ്റീവ് എലമെന്റ്സ് ആണ്. ആൻഡ് ഇൻഫിമം ഓഫ് ദാറ്റ് എസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് സുപ്രീമം ഓഫ് ടി ആയിരിക്കും. By the above proof, that means every non-empty subset of real numbers which is bounded below has an infimum. So this is known as infimum property of R, and it is equivalent to the supremum property of R, which is usually called the completeness property of R. Completeness property of R says that every non-empty subset of real numbers which is bounded above has the supremum in R. Okay, this is what completeness property of R.